എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് താമരയുടെ വിത്തുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നടാനായിട്ട്. മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വ്യത്യസ്ത തരം പൂക്കളുള്ള സീഡ്സ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ എന്തായാലും അതിൻ്റെ വിത്ത് നടുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഈ നിങ്ങളുടെ മുന്നിലേക്ക് വച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചതുരത്തിനുള്ളൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇത്ര വെള്ളം മാത്രമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആ ഒരു വിത്തുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് താമരയുടെ വിത്തല്ല. നമ്മൾ മീഷോയിൽ നിന്ന് ഒട്ടുമിക്ക പ്രോഡക്റ്റുകളും വാങ്ങിക്കുമ്പോൾ, അതായത് വിത്ത് ഇനത്തിലുള്ള മിക്ക സാധനങ്ങളും വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ അവർ ഫ്രീ ആയിട്ട് ഇതുപോലെ സൂര്യകാന്തിയുടെ വിത്തുകൾ തരും. ഇത് സൂര്യകാന്തിയുടെ വിത്താണ് കേട്ടോ. അപ്പം ഞാൻ ലോട്ടസിൻ്റെ വിത്ത് കാണിക്കാം. ഇതാണ് ലോട്ടസിൻ്റെ വിത്ത്. അപ്പോൾ ഇത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പം ബാക്കിയൊന്നും വെക്കുന്നില്ല, എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് എത്ര ദിവസം കൊണ്ടാണ് മുളയ്ക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇത് മുള വരുന്നതനുസരിച്ച് ഞാൻ നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കുന്നതായിരിക്കും. ഇത് വളരെ കെയർഫുള്ളായിട്ട് ഇതുപോലെ ഒരു ലോക്കൊക്കെ ഉള്ള ഒരു കവറിലാണ് ഇത് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇത് നമുക്കിത് ഇട്ട് കൊടുക്കാം. വലിയ പാട് തന്നെ ഒരു കൈ കൊണ്ട് വീഡിയോ എടുത്തിട്ട് കണ്ടില്ലേ? ആട്ടിൻപുഴുക്കയാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇത് ആട്ടിൻപുഴുക്കയൊന്നുമല്ല. പക്ഷേ ഇത് പിടിച്ച് കഴിയുകയാണെങ്കിൽ, ഇതെല്ലാം പിടിച്ച് കിട്ടുകയാണെങ്കിൽ എനിക്കിതൊരു ടാസ്ക്കാണ്. കാരണം ഇത്രയും നമുക്ക് നടണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ, ബേസൺ എന്നൊക്കെ പറയില്ലേ, അത് മേടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തായാലും ഇത് പിടിക്കട്ടെ. ഞാനാണെങ്കിൽ ഒരു താമരപ്പൂവിൻ്റെ ഒരു ആരാധക കൂടിയാണ്. കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു ഇത് ഈ വെള്ളത്തിൻ്റെ മുകളിൽ പൊന്തി നിൽക്കുന്ന വിത്തുകൾ, പേട്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, കള പേട്ട് എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ള വിത്തുകളാണെന്ന് തോന്നുന്നു വെള്ളത്തിൻ്റെ മുകളിൽ പൊന്തി നിൽക്കുന്നത്. ഞാൻ നോക്കട്ടെ, 1 2 3 4 5 6 7 8 9 10 11ഓളം വിത്തുകൾ വെള്ളത്തിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ പൊന്തി നിൽക്കുകയാണ്. കാണാമല്ലോ, കണ്ടില്ലേ? വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊന്തി നിൽക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള വിത്തുകളൊക്കെ അടിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇതിൻ്റെ മുള പൊട്ടുന്നതനുസരിച്ച് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത് പിടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ചെടി നടുന്നതും അതിൻ്റെയൊക്കെ മുഴുവൻ വീഡിയോ എടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.